ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SR വിഷൻ. നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇടുക്കിയിലോട്ടുള്ള 2 ദിവസത്തെ യാത്രയുടെ ഒരു വീഡിയോയാണ്. ആദ്യത്തെ നമ്മുടെ യാത്ര വാഗമണ്ണിലോട്ടാണ്. എറണാകുളത്ത് നിന്ന് പാലാ ഈരാറ്റുപേട്ട വഴി 3 മണിക്കൂർ യാത്ര ചെയ്താലാണ് നമ്മളവിടെ എത്തിച്ചേരുക. ആദ്യം ഞങ്ങൾ കാണാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ തങ്ങൾപ്പാറയാണ്. ഇത് വാഗമണ്ണിൽ നിന്ന് 5 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടുള്ള യാത്രയിൽ റോഡിൻ്റെ ഒരു വശത്തായിട്ടും മലനിരകളുടെ മനോഹരമായ ഒരു വ്യൂ ആണ്. ഇത്തിരി തണുപ്പൊക്കെ പ്രതീക്ഷിച്ചാണ് ഇടുക്കിയിലോട്ട് പോയത്. പക്ഷേ ഇന്നത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യ ഡെസ്റ്റിനേഷനായ തങ്ങൾപ്പാറയിലെത്തി. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 2500 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 10-20 മിനിറ്റ് നടന്നാലേ നമുക്ക് അതിൻ്റെ മുകളിൽ എത്താൻ പറ്റുള്ളൂ. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും കേരളത്തിലെത്തിയ ഒരു സൂഫി സന്യാസി വരൻ്റെ ദർഗയോ അല്ലെങ്കിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. മുകളിലോട്ട് കയറും തോറും ഇരുവശങ്ങളിലായി അതിമനോഹരമായ കാഴ്ചകൾ. അത്ര അപകടകരമായ കയറ്റമൊന്നുമല്ലെങ്കിലും നടന്നു കയറാൻ ചെറിയൊരു പ്രയാസമുണ്ട്. മലയുടെ ഒരു വശത്തായി അങ്ങ് ദൂരെ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല വെയിലാണ്, പക്ഷെ നമ്മൾക്കത് ഫീൽ ചെയ്യില്ല. നല്ല കാറ്റ് വീശുന്നുണ്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ താഴത്തായിട്ട് നമ്മൾക്കൊരു ജലാശയം കാണാം. മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ താഴത്തോട്ട് ഇറങ്ങാൻ തുടങ്ങി. അങ്ങ് ദൂരെ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ മുകളിലോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. ഇനി നമ്മുടെ അടുത്ത യാത്ര ഉമ്പാവ വാട്ടർഫോൾസ് കാണുന്നതിന് വേണ്ടിയാണ്. മനോഹരമായൊരു ട്രെക്കിംഗ് പ്ലേസ് കൂടിയാണിത്. ഇടുക്കി റിസർവോയറിലോട്ട് വെള്ളം കൊണ്ടുപോകുന്നൊരു ചെറിയ ടണൽ നമുക്കിവിടെ കാണാൻ പറ്റും.
ഇനി നമ്മൾ പോകുന്നത് നമുക്ക് താമസിക്കാനുള്ള റിസോർട്ടിലോട്ടാണ്. ഇന്ന് നമ്മൾ താമസിക്കുന്നത് ഈ റിസോർട്ടിലാണ്. ബാക്കി യാത്രകൾ നാളെയാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ള റിസോർട്ടായിരുന്നു ഇത്. നേരം വെളുത്തപ്പോൾ ചുറ്റിനും നല്ല ഭംഗിയുള്ള വ്യൂ ആണ് നമ്മൾക്ക് കാണാൻ പറ്റിയത്. രാവിലെ റിസോർട്ടിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത ശേഷം നമ്മൾ ഇനി നേരെ കാണാൻ പോകുന്നത് അയ്യപ്പൻ കോവിൽ തൂക്കുപാലമാണ്. ഇടുക്കിയിലെ മാട്ടുക്കാട്ട് എന്ന സ്ഥലത്താണ് ഈ പാലം ഉള്ളത്. പെരിയാറിന് കുറുകെ 200 മീറ്റർ നീളത്തിലാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. പാലത്തിൽ നിന്നും ഇരുവശത്ത് നോക്കുമ്പോൾ കാണുന്ന അതിഗംഭീരമായ വ്യൂസാണ്. ഈ പുഴയ്ക്കൊക്കെ അതിപുരാതനമായ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഒരു തോണിയിൽ പുഴയിലൂടെ 15 മിനിറ്റ് യാത്ര ചെയ്താലേ നമ്മൾക്ക് ആ അയ്യപ്പ ക്ഷേത്രം കാണാൻ പറ്റുകയുള്ളൂ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും അതിമനോഹരമാണ് നമ്മളത് നേരിട്ട് കാണുമ്പോഴുള്ള വ്യൂസ്. ആ കാണുന്ന പാറയാണ് ഹനുമാൻ പാറ. അതിന് കീഴെയായിരുന്നു പഴയ അമ്പലം. അതിപ്പോൾ വെള്ളത്തിൽ താണു കിടക്കുകയാണ്. അതിന് മുകളിലായിട്ടാണ് പുതിയ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള കാഞ്ചിയാർ പഞ്ചായത്തിലെ അഞ്ചുരുളി എന്ന സ്ഥലത്തേക്കാണ്. കട്ടപ്പനയിൽ നിന്ന് മേലപ്പാറ വഴി 9 കിലോമീറ്റർ വേണം നമ്മൾക്കിവിടെ എത്തിച്ചേരാനായിട്ട്. ഇരട്ടിയാർ ഡാമിൽ നിന്നും ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടി 5.5 കിലോമീറ്റർ ദൂരത്തിൽ ഒരു വൃത്താകൃതിയിലുള്ള ഒരു ടണലാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്.
ഇവിടെ നിന്നും നമ്മുടെ അടുത്ത യാത്ര ഇടുക്കിയിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കാൽവരി മൗണ്ടിലേക്കാണ്. ഇവിടെ പ്രവേശിക്കണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ 25 രൂപ നമ്മൾ എൻട്രി ഫീസ് നൽകണം. ഇവിടെ ഈ കാണുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2 റിസോർട്ടുകളാണ്. ഇവിടെ നിന്നാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ മനം മയക്കുന്ന മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ചൂട് കാരണം ഞങ്ങളിൽ ചിലരൊക്കെ അതിക്ഷീണിതരായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇനി നമ്മൾക്ക് കാൽവരി മൗണ്ടിൽ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന് കണ്ടിട്ട് വരാം. വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടുമെന്നതിനാൽ നമ്മൾക്ക് ഇതിൻ്റെ അടുത്ത കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക.